അമ്മച്ചി പേരെന്താണ്? എൻ്റെ പേര് മഹതി. മഹദി. അമ്മച്ചി ഈ ഒരു മുനമ്പത്ത് ജനിച്ച് വളർന്ന ഒരാളാണല്ലോ. അന്ന് മുതലുള്ള കാര്യങ്ങൾ അമ്മച്ചിക്ക് അറിയാം. ഈ ഒരു പ്രശ്നം ആരംഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിനുശേഷം ഇപ്പൊ എങ്ങനെയാണ്? അതെ, എനിക്കിപ്പോൾ മുൻപത്തെ ആരും സംസാരിക്കാൻ പറ്റണില്ല. എനിക്ക് അത്രയും പ്രായമായി. പറയണമെന്നുണ്ട്, എനിക്ക് കിട്ടണില്ല. പിന്നെ നിങ്ങളുടെ മുൻപിലൊക്കെ ഞാൻ തപ്പിപ്പെടുത്തി പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അതിൻ്റെ പേരിൽ ഞാൻ മുണ്ടാതിരിക്കുകയാണ്. ഞങ്ങൾ താമസിച്ചിട്ട് എനിക്ക് ഓർമ്മ വെച്ച നാട് തുടങ്ങി ഞാനിവിടുത്തെ ഒരു അംഗമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞങ്ങൾ ഒരു കൊച്ചു കൂര വെച്ച് വെറുതെ വെള്ളക്കുഴിയായിരുന്നു. അത് മണ്ണിട്ടൊക്കെ നികത്തിയും പുല്ല് പറിച്ചും പുല്ലിനകത്ത് കിടന്നുറങ്ങിയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഒരു ചെറ്റക്കുടിലാണ്. അതിന് ഒരു ഓല വെച്ച് മറക്കാനോ വാതിലുണ്ടാക്കാനോ കൂടി സാഹചര്യം ഇല്ലാത്ത രൂപത്തിൽ കൂടി വന്ന് നിന്ന് പാർത്തവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഞങ്ങൾക്ക് കിടപ്പിടം കിട്ടി മേടിച്ച് അതിന് പിന്നെ വഴി അടക്കാൻ വഴിയില്ലാതെയായി കഴിഞ്ഞപ്പോൾ കിഴക്ക് പറമ്പുകാരനോട് ചോദിച്ച് ഞങ്ങൾക്ക് സ്ഥലം ചോദിച്ചിട്ട് അയാൾ സ്ഥലം തന്ന് അതിൽ കൂടി ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചാണ് വഴി അടക്കാനായിട്ട് വഴി. അങ്ങനെ ഉണ്ടാക്കിയിരുത്തതാണ്. ഞങ്ങൾക്കിപ്പോൾ എങ്ങാട് പോകും? ഞങ്ങൾക്ക് പോകാൻ ഒരോടോ ഇല്ല. പടിഞ്ഞാട്ട് പോയാൽ കടൽ, കിഴക്കോട്ട് പോയാൽ പുഴ. കിഴക്കോശൊരു പാലമുണ്ട്. ആ പാലം പകുതിയാക്കിയിട്ടാക്കിയാണ്. അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ സമരം ചെയ്തെടുത്തതാണത്. അതുകൊണ്ട് പകുതിയാക്കിയിട്ടാക്കിയാണ്. അതൊക്കെ തുരുമ്പെടുത്ത് പോയാക്കിയാണ്. ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗമില്ല. ഞങ്ങൾ കുഞ്ഞുമക്കളുണ്ട്. കുഞ്ഞുമക്കൾക്ക് ഒരു ജോലിക്കോ ഒന്നിനും ഒരു തരവും ഇല്ല. അയച്ചത് പഠിച്ചതാണ്, ജോലിയൊന്നുമില്ല. അതിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒരാളാണ് എൻ്റെ മോൻ. അങ്ങനെയൊക്കെ ഇരിക്കണം ഞങ്ങളുടെ ജീവിതം. എത്ര വയസ്സുണ്ട്? എനിക്ക് 89 വയസ്സായി. 89 വയസ്സുണ്ട്. ആ ഒരു 89 വയസ്സിലും അമ്മച്ചി ഒരു സമരമുഖത്ത് വന്ന് നിരാഹാരം ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ പാലത്തിന് വേണ്ടി ഞങ്ങൾ നിരാഹാരം വീട്ടുള്ള ആളാണ്. അതും ഒരുപാട് ദിവസങ്ങളിരുന്ന് 100-300 ദിവസമായിട്ട് ഇരുന്നിട്ടുണ്ട് ഞാൻ നിരാഹാരം. ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വന്നിരിക്കണത്. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടണമല്ലോ. ഞങ്ങൾക്ക് ജീവിക്കണം. മരിക്കുന്ന നേരം വരെ ഒരു കടലിൽ എന്തെങ്കിലും വെള്ളം കയറിയെന്നാലും കൂടി ഞങ്ങൾക്ക് പോകാനും വരാനും ഒരു സ്ഥലവും ഇല്ല. കിഴക്ക് വശത്തോട്ട് പോകണമെങ്കിൽ കടത്തില്ല. ഈ പാലിങ്ങനെ ഇട്ടാക്കണം. ഞങ്ങൾ എങ്ങാട് പോയി ചാകും. അവരെങ്ങനെയെങ്കിലും കൊല്ലട്ടെ എന്നാ. അല്ല പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ തരൂല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമല്ല. എങ്ങനെ ചെയ്യാനാണ്? ജീവിക്കാൻ പറ്റൂല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടാന്ന് ചോദിച്ചാൽ ഞങ്ങളോട് പറയും. അവര് വരുമ്പോ പറയും ഞങ്ങൾക്ക് ശരിയാക്കി തരാം. ഈ ശരിയാക്കണ എന്തുട്ടാണ്? ഇങ്ങനെയൊക്കെയാണ് ശരിയാക്കണത്. അവര് വന്നങ്ങാട് കഴിഞ്ഞിട്ട് പോകും. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക തന്നെ ബാക്കി. പറയണല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റിന്റെ കാര്യമല്ലേ. അവർക്ക് പറയണത് ഞങ്ങൾ കേൾക്കാന്ന് മാത്രം. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. അമ്മച്ചി, ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് വന്നപ്പോഴാണെങ്കിലും പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് നടത്തി തരാവുന്ന കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ 100ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ എന്താണ് ഈ ഇത്രയും നാൾ ഇവിടെ കയറി ഇറങ്ങി വന്ന രാഷ്ട്രീയ പ്രതിനിധികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവര് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്തെന്ന് പറയാൻ പറ്റും? ശരിയാക്കി തരാം, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എല്ലാം ശരിയാക്കി തരാന്ന് പറയും. ഈ പറഞ്ഞുകൊണ്ട് പോണമാരോ ചെയ്തെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കല്ലാതെ വല്ലതും ചെയ്യാൻ പറ്റും. വിശ്വാസം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കിടക്കാതിരിക്കാൻ നോക്കിയില്ല. മരിക്കുന്ന നേരം വരെ അതിനകത്ത് കിടക്കണം. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും കിടക്കണം. ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ തരമൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? 89 വയസ്സുള്ള ഈ ഒരു അമ്മച്ചി ഈ ഒരു പ്രായത്തെ ഈ ഒരു പല രോഗങ്ങളെയൊക്കെ വകവെക്കാതെയാണ് ഈ ഒരു സമരമുഖത്ത് വന്നിരിക്കുന്നത്. അവർക്കും അവര് ജീവിച്ചു വളർന്ന ഈ മണ്ണില് കൊച്ചുകുട്ടികൾക്കും മക്കൾക്കും വരും തലമുറയ്ക്കും ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ ഒരു ദിവസത്തിൽ നിരാഹാരം ഇരിക്കുന്നത്. മരുന്ന് മേടിക്കാൻ പോകണമെങ്കിൽ അക്കരോട്ട് വേണം. ഒരു ഉപ്പ് മേടിക്കാൻ പോകണമെങ്കിലും അങ്ങനെയായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടാനുണ്ട്. മരുന്നിനെയൊക്കെ അക്കരെ പോകണം. ഏതിലേ പോകുന്ന ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തുമേ കൂടി ഒരു കൊച്ചി കാറ് പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോകാൻ പറ്റൂല. അങ്ങാടെ ഇങ്ങനെ പാലത്തുമ കയറി നടക്കുകയാണെങ്കിൽ പിന്നെ നോക്കാൻ വേണ്ട. അവിടെ ഉണ്ടാക്കിയെടുത്തേക്കണ പാലം വലുതാണ്. അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി ചാവും. എങ്ങനെ ചാകും? അവർ കൊല്ലട്ടെ ഞങ്ങളാ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ കുറേ ജനങ്ങളുണ്ട് ഇവിടെ. 610 വീടോളം ഉണ്ട്.
ഇതെല്ലാവർക്കും ജീവിക്കണം. ഞങ്ങൾക്ക് യാതൊരു മാർഗവും ഇല്ല.